അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് കേവലം ഒരു രാജ്യവാർത്തയല്ല, മറിച്ച് വൈറ്റ് ഹൌസിനെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പെരുമഴയാണ്. ഇറാൻ US യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനും ഭീകരവിരുദ്ധ സേനയുടെ അമരക്കാരനുമായ ജോ കെന്റ് അപ്രതീക്ഷിതമായി പടിയിറങ്ങിയത് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വെറുമൊരു രാജി എന്നതിലുപരി ട്രംപ് ഭരണകൂടം എടുത്ത ചില തീരുമാനങ്ങൾക്ക് പിന്നിലെ കറുത്ത കൈകളെക്കുറിച്ചാണ് കെന്റ് വിരൽ ചൂണ്ടുന്നത്. ഈ പടിയിറക്കം ഇറാൻ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉയർത്തുന്നത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ പുകയുന്ന ഈ പുതിയ വിവാദം പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയുടെ പങ്കിനെ കുറിച്ച് ഗുരുതരമായ സംശയങ്ങളാണ് ബാക്കി വെക്കുന്നത്. ആരാണ് ഈ ജോ കെന്റ്? അമേരിക്കയുടെ ഭീകരവിരുദ്ധ പോരാട്ടങ്ങളിൽ നിർണായക പങ്ക് വഹിച്ച സൈനിക പശ്ചാത്തലമുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. എന്നാൽ ഇറാൻ യുദ്ധത്തിന്റെ മറവിൽ നടക്കുന്ന ചില ഗൂഢാലോചനകൾ കണ്ടു നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്നും തന്റെ പദവി ഒഴിഞ്ഞത്. അമേരിക്കയിൽ വലിയൊരു വിവാദം തന്നെ ഈ രാജിയിലൂടെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ അതിശക്തമായ സമ്മർദ്ദം മൂലമാണ് അമേരിക്ക ഈ അനാവശ്യ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതെന്ന് കെന്റ് തുറന്നടിച്ചു. ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ അമേരിക്കൻ സൈനികരെ ബലി കൊടുക്കുകയാണെന്ന ഗൗരവകരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥന്റെ അഭിപ്രായം മാത്രമല്ല, മറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിലെ വിള്ളലുകളുടെ പരസ്യമായ പ്രകടനം കൂടിയാണ്. ഡൊണാൾഡ് ട്രംപിന് തെറ്റായ വിവരങ്ങൾ നൽകി ചില ശക്തികൾ സ്വാധീനിച്ചുവെന്നും ജോ കെന്റ് വെളിപ്പെടുത്തുകയുണ്ടായി. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ പർവ്വതീകരിച്ചു കാണിച്ചും ഇസ്രയേലിന്റെ സുരക്ഷ അപകടത്തിലാണെന്ന വ്യാജ പ്രതീതി സൃഷ്ടിച്ചും ട്രംപിനെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയായിരുന്നുവെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ട്രംപിന്റെ ചില ഭ്രാന്തൻ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും പിന്നിൽ ഇത്തരം ബാഹ്യ ഇടപെടലുകൾ ഉണ്ടെന്ന വാദം അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ ചർച്ചയ്ക്കിടയാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ് ട്രംപ് ഭരണകൂടം തള്ളിക്കളയുകയാണ്. കെന്റിന്റെ പ്രസ്താവനകൾ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. എങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത് ട്രംപിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഈ നീക്കത്തിന് പിന്നിൽ പല കാരണങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഇറാൻ ഭാഗത്താണ് ന്യായമെന്ന് കെന്റ് വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും തുടർച്ചയായ പ്രകോപനങ്ങൾക്ക് ഇറാൻ നൽകുന്ന തിരിച്ചടി സ്വാഭാവികമാണെന്ന തോന്നൽ അദ്ദേഹത്തെ പോലെയുള്ള ഉദ്യോഗസ്ഥരിൽ ഉണ്ടായേക്കാം. രണ്ട്, ഇറാന്റെ സൈനിക ശേഷിയെ അമേരിക്ക ഭയപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ്. അലി ലാരിജാനിയെ പോലെയുള്ള പ്രമുഖരെ വധിച്ചതിലൂടെ ഇറാനെ പ്രകോപിപ്പിച്ചത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവാം. മൂന്നാമതായി, ട്രംപിന്റെ യുദ്ധക്കൊതി കലർന്ന നയങ്ങളോട് സൈന്യത്തിനുള്ളിലെ ഒരു വിഭാഗത്തിനുള്ള എതിർപ്പും ഈ രാജിയിലൂടെ വെളിപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് അമേരിക്കൻ യുവത്വം മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യത്തിനായി മരുഭൂമിയിൽ ചോര ചിന്തുന്നത് എന്ന ചോദ്യം കെന്റ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ജോ കെന്റിന്റെ ഈ രാജി ഇറാൻ യുദ്ധത്തെ സംബന്ധിച്ച ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ മാറ്റമുണ്ടാക്കും. ഇസ്രയേലിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ട്രംപ് ഭരണകൂടം എത്ര തന്നെ നിഷേധിച്ചാലും അകത്തു നിന്നുള്ള ഈ പ്രഹരം യുദ്ധപ്രചരണങ്ങളുടെ മുനയൊടിച്ചിട്ടുണ്ട്. സത്യാവസ്ഥകൾ മൂടിവെച്ച് ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് കെന്റ് തന്റെ രാജിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വാഷിംഗ്ടണിലെ പോര് അവസാനിക്കുന്നില്ല, മറിച്ച് ഇത് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമായിരിക്കാം. അമേരിക്കൻ ജനത ഇപ്പോൾ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഞങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ യുദ്ധം ചെയ്യുന്നത്? ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കോ അതോ അമേരിക്കയുടെ താല്പര്യത്തിനോ? ജോ കെന്റ് തുറന്നുവിട്ട ഈ ഭൂതം ഇനി അത്ര എളുപ്പത്തിൽ കുപ്പിയിൽ കയറില്ല. സത്യം എത്ര മൂടിവെച്ചാലും അത് പുറത്തു വരുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഈ രാജി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ട്രംപിന്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്കും ഇസ്രയേലിന്റെ കുടിലതന്ത്രങ്ങൾക്കും ഏറ്റ ഈ പ്രഹരം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഇനി അമേരിക്കൻ വൈറ്റ് ഹൌസ് എങ്ങനെ ഇതിനെ നേരിടുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.